ഇന്ന് മഴയുണ്ടാവുമെന്ന് തോന്നുന്നു. പത്രത്തിലുണ്ടായിരുന്നു. പത്രത്തിൽ ഉണ്ടായിരുന്ന എങ്കിൽ മഴ പെയ്യത്തില്ല. നമ്മുടെ സോദ തന്നെ മരിച്ചു, അറിഞ്ഞായിരുന്നു? അയ്യോ, എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രിയില്ല, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു തോന്നുന്നു. അയ്യോ, നമ്മുടെ മാഷ് വരുന്നു. സുഗതയെണ്ണം മരിച്ചു പോയത് മാഷ് അറിഞ്ഞു വേണോന്ന് അറിയില്ല. എന്തോ അദ്ദേഹത്തിന്റെ അടുത്ത ആളായിരുന്നല്ലോ. അതെ. ആ, രണ്ടുപേരും ഉണ്ടല്ലോ. മാസ്റ്റേ, നമ്മുടെ സുഗതണ്ണം മരിച്ചു അറിഞ്ഞായിരുന്നു? ഓ, ഞാനവിടെ പോയിട്ട് വരിക. മാസ്റ്റേ, അടക്കം എപ്പോഴാ? അവിടെ രണ്ടുപേരും വരാനുണ്ടല്ലോ. ഓടി മോർച്ചയിൽ വെച്ചിരിക്കുക. ഓ, ഇപ്പോഴത്തെ ഒരു ആചാരമാണ്. മക്കൾ ആശ്രയത്തേക്ക് വരണ്ടേ? ബാക്കിയെല്ലാം അവർ വന്നിട്ട് തീരുമാനിക്കാനോ. ആ, എങ്ങനെ നടന്ന മനുഷ്യൻ 4 പുരുഷായുസേ ചോദിച്ചാ പോകും. ഇങ്ങനെ വേണം. ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരാണ്. മാസ്റ്ററെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ദീർഘകാലം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിച്ചാലേ ഈ ദീർഘകാലം ജീവിക്കണം എന്നുള്ളതിൻ്റെ ആഗ്രഹമുണ്ട്. അതങ്ങ് മാറി. മാസ്റ്റർ, ഞാൻ കല്യാണം കഴിച്ചാണല്ലേ, എനിക്ക് 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാനേ ഞാനെന്ത് ചെയ്യാൻ? നിനക്കേ ഈ 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് തോന്നാൻ കാരണം ഈ ലോകത്തെ 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. നിനക്ക് 50 വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞു? 50 വയസ്സ്. നീ ഇതുവരെ മദ്യപിച്ചിട്ടുണ്ട്? ഇതേവരെ മദ്യപിച്ചിട്ടില്ല. എന്തിനും ഒരു ബിയർ പോലും ഞാൻ കുടിച്ചിട്ടില്ല. ഈ വലിക്കുന്ന തോന്നുന്നു. ബീഡി, സിഗരറ്റ്, മൂക്കുപൊടി ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. അങ്ങനെയുള്ള രുചിയിലൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ ഹാൻസ്, കഞ്ചാവ്, തമ്പാക്ക് അങ്ങനെ പൊന്നല്ല, അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. ഈ പെൺ വിഷയത്തിൽ എങ്ങനെയാ? ഒന്ന് അടങ്ങും മാഷേ. ഞാൻ കുടുംബമായിട്ട് വളരെ മനസ്സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. മാഷ് എന്തോ ഈ പറയുന്നത്? നീ സിഗരറ്റ് വലിക്കത്തില്ല, മറ്റു ഒരു ലഹരി സാധനം ഉപയോഗിക്കത്തില്ല, മദ്യപിക്കത്തുമില്ല. പിന്നെ ഈ ഹാൻസോ അതൊന്നും നീ കഴിക്കത്തില്ലല്ലോ. പിന്നെ ഈ അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും ഇല്ല. പിന്നെ എന്തിനാടാ ഈ 100 വയസ്സ് വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കിടക്കും?